ഹായ് ബഡീസ്. അപ്പോ എല്ലാരും വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു വളരെ സിനാരിറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ബിഗ് ബോസിലെ മീഡിയയും അതേപോലെ അവള് പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും ആണ്. അതിലൊരു പ്രശസ്ത ആക്ടറായിട്ട് പോലും ടു സേ ദാറ്റ് ഡോണ്ട് സേ ലൈക്ക് ദിസ്. ഓക്കെ, ഒരാളുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ, അതെന്താ അങ്ങനെ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന വളരെ വളരെ ഇമ്മച്യൂർ ആയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇത് സപ്പോർട്ടിങ് ഓർ ഒപ്പോസിങ് LGBT എന്നുള്ളതല്ല. LGBT സപ്പോർട്ട് ചെയ്യണോ ഒപ്പോസ് ചെയ്യണോ എന്നൊക്കെ ഉള്ള ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. ഒരാള് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആളെ കയറി തല്ലാനോ ഹോമോഫോബിക് ആയിട്ട് പറയാനോ, അതുപോലെ തന്നെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ എതിർത്ത് പറയാനോ നിൽക്കുന്നത് അതിന്റെ ആവശ്യമില്ല ആക്ച്വലി. ഓക്കെ, വളരെ ഇമ്മച്യൂർ ആയ രീതിയിൽ ഡീൽ ചെയ്ത മാതിരി എനിക്ക് തോന്നി. ലൈക്ക് LGBT എന്നൊക്കെ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യത്തിന് ഇമ്മച്യൂർ ആയിട്ട് ഹാൻഡിൽ ചെയ്ത മാതിരി തോന്നി ഒരു ആക്ടർ. ഇത്രയും ഒരു ഇതായിട്ട് വളരെ മോശമായി തോന്നി. അതൊരാളുടെ നിലപാടാണ്, ഒരാളുടെ വ്യക്തിത്വമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. റാദർ ദാൻ ജസ്റ്റ് ബീങ് അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പറയാം എന്തുകൊണ്ട് എനിക്ക് പറ്റുമല്ലോ അങ്ങനെ എന്ന് പറഞ്ഞത് വളരെ മോശമായിപ്പോയി. പിന്നെ അദ്ദേഹം ആഡ് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട് മുന്നേ വിസ്മര, അതായത് ആഡ് അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം, പെർസീവ് ചെയ്യണം, അത് ഓരോരുത്തർക്ക് സപ്പോർട്ട് ചെയ്യണം ഒപ്പോസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഓരോരുത്തർ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. ഈ ഒരു പറയാം ഓരോരുത്തരുടെ നിലപാട്. എനിക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടം, എന്നെ മന്തി കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ പിടിച്ച് നിർബന്ധിച്ച് മന്തി കഴിപ്പിക്കരുത്. മന്തി കഴിക്കണമെങ്കിൽ അവൻ മന്തി കഴിക്കണം, ഞാൻ ബിരിയാണി കഴിക്കണമെങ്കിൽ ഞാൻ ബിരിയാണി കഴിക്കും. അതേപോലെ തന്നെ എന്റെ സെക്ഷൽ ഓറിയന്റേഷൻ എന്താണ്, എനിക്ക് അത് ഇതിനെയാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യും. എനിക്ക് സ്ട്രൈറ്റ് ആണ്, ഞാൻ LGBT സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഒരു ഗേ വന്നിട്ട് ഇപ്പൊ പറയണേ എന്തുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇത് നീ സപ്പോർട്ട് ചെയ്യണം, ഫൈറ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലൈക്ക് കമ്പൽ ചെയ്ത് പറയേണ്ട ഒരു കാര്യമല്ല. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ട എന്ന് തോന്നുന്നു, അതാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. 64ഓളം കൺട്രികളിൽ പല കൺട്രികളിലും ബാൻ ചെയ്യും, പല കൺട്രികളിലും ഇത് ഭയങ്കര ക്രിമിനൽ കുറ്റമായിട്ടും പല ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കും, പല കൺട്രികളിൽ സപ്പോർട്ട് ചെയ്യും ചെയ്ത് വളരെ ഡിഫറെന്റ് ആയ അപ്രോച്ചുകൾ പല കൺട്രികളിലും എടുത്തൊരു കാര്യങ്ങളിലാണ് ഇതേപോലൊരു പ്രശസ്തമായ ആക്ടർ വന്നിട്ട് പറയുന്നത്. എന്ത് ചൈൽഡിഷ് ആയ ഒരു അപ്രോച്ച് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ മെച്യൂർ ആയ രീതിയിൽ കമന്റ് ചെയ്യാം.